ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിൽ ആധികാരിക ജയം നേടിയ ടീം ഇന്ത്യ അവർക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. വെള്ളിയാഴ്ച ആരംഭിക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ 3 മത്സരങ്ങളാണ് ഉള്ളത്. ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് ഗൗതം ഗംഭീറിന്റെ ആദ്യ ഏകദിനം കൂടിയാണിത്. അതേസമയം T20 പരമ്പരയിൽ നിന്ന് ഏകദിനത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ടീമിൽ ചില സുപ്രധാന മാറ്റങ്ങളുണ്ട്. T20 പരമ്പരയിൽ കളിച്ച 6ഓളം താരങ്ങളെ ഏകദിന ടീമിൽ ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗംഭീർ കോച്ചാകുന്ന ആദ്യ ഏകദിന മത്സരത്തിൽ ടീമിന്റെ പ്ലേയിംഗ് 11ലും ചില സർപ്രൈസുകൾ വന്നേക്കും. 2 യുവതാരങ്ങൾ ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറാൻ സാധ്യതകളുണ്ട് എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയുടെ പ്ലേയിംഗ് 11 സാധ്യതകൾ എങ്ങനെയെന്ന് നോക്കാം. ക്യാപ്റ്റൻ കൂടിയായ രോഹിത് ശർമ്മയും ടീമിന്റെ ഉപനായകനായ ശുഭ്മാൻ ഗില്ലും ചേർന്നാകും ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുക. 2023 ഏകദിന ലോകകപ്പ് ഫൈനലിന് ശേഷം രോഹിത് ശർമ്മ കളിക്കുന്ന ആദ്യ ഏകദിനം കൂടിയാണ് ഇത്. ഗില്ലാകട്ടെ 2023 മുതൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ റൺ വേട്ടയിൽ മുന്നിലുള്ള കളിക്കാരിൽ ഒരാളാണ്. ഇവർക്ക് മികച്ച തുടക്കം സമ്മാനിക്കാനായാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാകും. ഇതിഹാസ താരമായ വിരാട് കോഹ്ലിയാകും 3ാം നമ്പറിൽ കളിക്കുക. രോഹിത്തിനെ പോലെ തന്നെ 2023 ലോകകപ്പ് ഫൈനലിന് ശേഷം കോഹ്ലിക്കും ആദ്യ ഏകദിന മത്സരമാണ് ഇത്. 2023 ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഉജ്ജ്വല പ്രകടനങ്ങൾ കാഴ്ചവെച്ച താരമാണ് ശ്രേയസ് അയ്യർ. എന്നാൽ പിന്നാലെ താരത്തിന് കരിയറിൽ മോശം സമയമായിരുന്നു. BCCIയുടെ വാർഷിക കരാറിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും തിരിച്ചടിയായി. എന്നാൽ ഗംഭീർ കോച്ചായി എത്തിയതോടെ ശ്രേയസിനെ ഏകദിന ടീമിലേക്ക് തിരികെ വിളിച്ചു. ശ്രീലങ്കയ്ക്കെതിരായ 1ാം ഏകദിനത്തിൽ ശ്രേയസ് ഇന്ത്യയുടെ 4ാം നമ്പറിൽ കളിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഏകദിന ലോകകപ്പിൽ ഇന്ത്യയുടെ വിക്കറ്റ് കാത്ത KL രാഹുലാകും ശ്രീലങ്കയ്ക്കെതിരെയും വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് കളിക്കുക. ഋഷഭ് പന്തിന്റെ സ്ഥാനം പുറത്താകും. രാഹുൽ 5ാം നമ്പറിൽ ബാറ്റിംഗിന് ഇറങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. ഗംഭീർ ഇന്ത്യൻ കോച്ചായി എത്തിയതോടെ കോളടിച്ച മറ്റൊരു താരമാണ് റിയാൻ പരാഗ്. അദ്ദേഹത്തിനും ആദ്യ കളിയിൽ ടീമിൽ സ്ഥാനം ലഭിക്കുമെന്ന് സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ ഏകദിന ക്രിക്കറ്റിൽ പരാഗിന്റെ അരങ്ങേറ്റ മത്സരമാകും വെള്ളിയാഴ്ചത്തേത്. അക്സർ പട്ടേലാകും ടീമിന്റെ പ്രധാന ഓൾറൗണ്ടർ സ്ഥാനത്ത് കളിക്കുക. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യൻ ടീമിനായി മികച്ച ഫോമിൽ കളിക്കുന്ന താരമാണ് അക്സർ. അതേസമയം T20 ടീമിൽ ഉൾപ്പെടാതിരുന്ന കുൽദീപ് യാദവ് ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ ടീമിന്റെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുടെ സ്ഥാനത്ത് കുൽദീപ് ഇടം പിടിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. വലം കൈയ്യൻ പേസറായ മുഹമ്മദ് സിറാജ് ആകും ഫാസ്റ്റ് ബോളിംഗിനെ നയിക്കുക. അദ്ദേഹത്തിനൊപ്പം ഇടം കൈയ്യൻ പേസറായ ഹർഷ്ദീപ് സിംഗും സ്ഥാനത്തുണ്ടാകും. ഗംഭീർ കോച്ചായി എത്തിയതോടെ ടീമിലേക്ക് വിളിവന്ന താരമാണ് ഹർഷ്ദീപ് റാണ. താരത്തിനും ഈ മത്സരത്തിൽ കോളടിച്ചേക്കും. ആദ്യ ഏകദിനത്തിൽ കളിച്ച് ഹർഷിത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചേക്കുമെന്നാണ് സൂചനകൾ. അതേസമയം രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, റിയാൻ പരാഗ്, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, ഹർഷിത് റാണ, ഹർഷ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ് എന്നിവരാകും ഇന്ത്യയുടെ സാധ്യത 11.